വനിതാ ബില്ലിന് പിന്നിൽ മണ്ഡല പുനർനിർണയം. തമിഴ്നാട്ടിലേക്ക് വരുന്നത് എപ്പോഴും ആദരമാണെന്നും ഇവിടുത്തെ മണ്ണിനോടും ജനങ്ങളോടും സവിശേഷമായ ബന്ധം മനസ്സിലുണ്ടെന്നും രാഹുൽ ഗാന്ധി. തമിഴ്നാട്ടിലെ ആദ്യ പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. തിരുവള്ളൂർ പൊന്നേഴിയിലായിരുന്നു യോഗം കൂടിയത്. തമിഴ്നാടിനെയും ഭാഷയെയും സംസ്കാരത്തെയും BJPയും RSSും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ മനസ്സിലൊരു തമിഴനായി മാറും. ഇവർക്കെങ്ങനെ ധൈര്യം വരുന്നു എന്നോർക്കും. ഇന്നലെയും അത് കണ്ടുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വനിതാ ബില്ലിന് പിന്നിലുണ്ടായിരുന്നത് മണ്ഡല പുനർനിർണയമാണ്. പാർലമെന്റിൽ തമിഴ്നാടിന്റെ പ്രാതിനിധ്യം കുറയ്ക്കാനായിരുന്നു ശ്രമം. തെക്കേ ഇന്ത്യയുടെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ തങ്ങൾ അതിനെ തോൽപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യൻ യൂണിയന്റെ അർത്ഥം എന്താണെന്ന് നോക്കൂ. എല്ലാ സംസ്ഥാനത്തിനും ഒരേ പ്രാധാന്യമുണ്ട്. എല്ലാവരുടെയും ശബ്ദം ഒരുപോലെ കേൾക്കണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് മോദി പറയുമ്പോൾ ഭരണഘടനയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് സൈന്യം ഉപയോഗിച്ച് രാജ്യങ്ങളെ ആക്രമിച്ചു. എന്നാൽ ഇന്ന് സൈന്യമില്ലാതെ BJP അത് ചെയ്യുന്നു. തമിഴ് ഭാഷയും ചരിത്രത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു. നമ്മളത് ഒരിക്കലും അനുവദിക്കില്ല. BJPയും RSSും അറിവില്ലാത്തവരാണ്. തമിഴർ ആരെന്ന് അവർക്കറിയില്ല. തമിഴ് ജനതയ്ക്ക് തമിഴ് ഭാഷ എന്താണെന്നും അവർക്കറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPക്ക് തൊടാൻ കഴിയാത്ത ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് തമിഴിന്. അവർക്ക് വേണ്ടത് ദില്ലിയിൽ നിന്ന് നിയന്ത്രിക്കാനാകുന്ന സർക്കാരിനെയാണ്. അമിത്ഷായുടെ ഉത്തരവനുസരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ട്രംപ് മോദിയെ നിയന്ത്രിക്കും പോലെ വേണം. എന്നാൽ BJPയും RSSും അടിസ്ഥാനപരമായി തമിഴ് വിരുദ്ധർ ആണെന്ന് തമിഴ് ജനത അറിയണം. തമിഴ്നാടിന്റെ ശബ്ദം ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. BJPക്ക് ഒരിക്കലും തമിഴ് സംസ്കാരത്തെ തൊടാനാകില്ല. തമിഴ് ഭാഷയെയും BJP ആക്രമണത്തിൽ നിന്ന് തമിഴ്നാടിനെ സംരക്ഷിക്കുന്നത് DMKയും സഖ്യകക്ഷികളുമാണ്. സാമൂഹ്യ നീതിയാണ് തമിഴ്നാടിന്റെ സ്വത്വം. തമിഴ്നാടിന് 6 ഗ്യാരണ്ടി നൽകുന്നു. സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ, മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും 2000 രൂപ, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 2000 രൂപയുടെ സ്കോളർഷിപ്പ്, ഭക്ഷ്യസുരക്ഷയ്ക്ക് കുടുംബങ്ങൾക്ക് മാസം 2500 രൂപ നൽകും. തമിഴ്നാട് മുഖ്യമന്ത്രി ദില്ലിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് മോദിയുടെ ആഗ്രഹം. തമിഴ്നാടിന്റെ ഭാവി ദില്ലി തീരുമാനിക്കണമെന്ന് അവർ പറയുന്നു. എന്നാൽ ഞങ്ങൾ പറയുന്നു, തമിഴ് ജനത തന്നെ ജനതയുടെ ഭാവിയും നിർണ്ണയിക്കണം. തമിഴ് ജനതയും തമിഴ് ഭാഷയും തൊടാൻ കഴിയുന്ന ഒരു ശക്തിയും ജനിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ദില്ലിയിലിരുന്ന് തമിഴ്നാടിനെ നിയന്ത്രിക്കാൻ ആണ് ശ്രമമെന്ന്. ഞങ്ങളും കേന്ദ്രം ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും തമിഴ്നാടിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. AIADMK BJP ഇല്ലാതാക്കി. ഒരിക്കൽ DMK പോലെ തമിഴ്നാടിനെ കാത്ത പാർട്ടിയാണ് AIADMK. ആ പാർട്ടി മരിച്ചു. ഇന്നുള്ളത് മുഖംമൂടിയാണ്. അവരുടെ പതാകയ്ക്ക് പിന്നിൽ മോദിയാണ്. മോദിയും അമിത്ഷായും ചേർന്ന് AIADMK ഇല്ലാതാക്കി. അഴിമതി കാരണം ആ പാർട്ടി മോദിക്ക് കീഴടങ്ങിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.